അർത്ഥം മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയതൊക്കവേയും കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കും സമയത്തിങ്കലെ മനുഷ്യജന്മത്തെ ലഭിക്കൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ചവർ പക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗതിവരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തിങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. രാമചന്ദ്ര വാഹ്പായാൽ ഔവണ്ണമെല്ലാം ഇരിക്കുന്ന രാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ഭവാന്മാർക്ക് പല പ്രകാരേണ ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും ആധിഭൗതികങ്ങളായും ആധിദൈവികങ്ങളായിട്ടും ഇങ്ങനെ ബഹുവിധങ്ങളായിട്ടും ഉണ്ടാകുന്ന സങ്കടങ്ങളെ ആസകലം തന്നെ യഥാവലെ ദൂരത്തിങ്കൽ കളഞ്ഞ് ഇഹലോകത്തിങ്കൽ സൗഖ്യത്തെയും പരലോകത്തിങ്കലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരുടെ രക്ഷിതാവ് എന്നല്ലേ? രാമചന്ദ്ര രാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ആര്? രാമചന്ദ്രനോ? എന്തിനാകുന്നതെന്നുള്ളവർ സംശയിക്കുന്നത് രഘുകുലാലങ്കാരഭൂതനായി ദശരഥപുത്ര ഒരു ദൂതൻ ഗമിക്കട്ടെ. അല്ലേ സുഗ്രീവ, നമ്മുടെ സമീപത്തിങ്കൽ നിന്നും ഒരു ദൂതൻ ആ രാവണന്റെ സമീപത്തിങ്കലേക്ക് പോട്ടെ എന്ന് ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ അടുത്ത് വിളിച്ച ഭംഗിയായിട്ട് പറയുകയുണ്ടായത്. ആ വാനര ചക്രവർത്തിയായിട്ടുള്ള സുഗ്രീവനെ അവിടെ അടുത്ത് കണ്ടപ്പോ സുഗ്രീവ ഇവിടെ മുമ്പിൽ തന്നെ വന്നിരുന്നത് നന്നായി. ഏതായാലും സുഗ്രീവൻ വല്ലാണ്ട് പിന്നി പോവുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. മുമ്പിലുണ്ട് ഇവിടുത്തെ കേമനായിട്ടുള്ള ആളാണ് സുഗ്രീവനെ. കൂട്ടത്തില് വാനരന്മാരില് കേമനാണ്. ഇപ്പൊ കാണുമ്പോ തന്നെ അറിയാത്തേ. നന്നായി സുഗ്രീവൻ മുമ്പിൽ തന്നെ. സുഗ്രീവനോട് ഒരു കാര്യം പറയാന്ന് വിചാരിച്ചതാ. കേൾക്കില്ല, നമ്മുടെ ഈ കൂട്ടത്തിന്ന് ഒരാളെ ദൂതനായിട്ട് ആ രാവണന്റെ അടുത്തേക്ക് പറഞ്ഞയക്കണം. ഇത് പറയാൻ വേണ്ടിട്ടാ എന്ന് സുഗ്രീവനോട് ഭഗവാൻ ശ്രീരാമൻ ഭംഗിയായിട്ട് പറഞ്ഞല്ലോ. എപ്പോഴാണത് എന്നാണെങ്കിൽ ആ രാവണൻ സീതയെ അപഹരിച്ച് ലങ്കയിലെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയല്ലോ. അതിനുശേഷം ഭഗവാൻ ആ വാനരന്മാരോട് എല്ലാവരോടും കൂടി ഒരുമിച്ച് അവിടെ ലങ്കയുടെ ഗോപുരദ്വാരത്തിൽ അവിടെ എത്തി. അവിടെ എത്തിയതിന്റെ ശേഷം സുഗ്രീവനോടായിട്ട് പറയുകയുണ്ടായത്. അതിനു മുമ്പൊന്ന് നോക്കി പറയണത് ത്വരങ്ങന്മാരോടാണ് ഈ പറയണത്. അനവധി കൂടെ ഉള്ളത് അധികം വാനരന്മാരാണ്. അത് നോക്കിയ എത്ര എണ്ണങ്ങളാ വന്ന് കൂടിയേക്കണേ നോക്കൂ. കൂറ്റന്മാരായിട്ടുള്ള വാനരന്മാരാണല്ല വന്നേക്കുന്നത്. ഇപ്പൊ ഇവരോടൊക്കെ ഒന്ന് സാമാന്യം പോലെ പറയണതിന് മുമ്പ് ഇവരെയൊക്കെ ഒന്ന് വേണ്ട സ്ഥലത്തേക്കൊന്ന് ഒതുക്കി ഇരുത്തണം. അല്ലെങ്കിൽ വേണ്ട പോലെ അറിയാം. പറയണത് നേരെയാവണമെങ്കിൽ കേൾക്കണ ആളും നേരെയാവണം. വേണ്ടേ? അതിന് വേണ്ടി ഇങ്ങനെ ആയാൽ പോരാ. കുറച്ച് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്താറുണ്ട്. വരിക അവിടെ നിൽക്കണ്ട. അങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം. ഇവിടെ മുമ്പിൽ ഇങ്ങോട്ട് ഇരിക്കാം. അവിടെ ഇരുന്നാൽ നേരിയൊന്നും അല്ല പ്രതീക്ഷിച്ചതേ. എല്ലാത്ത ഒരു രൂപമാണ് ഇവരോടൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ കിട്ടി അപ്പം കഴിയുമെന്ന കഥ. അതിന് മാത്രമേ ഉള്ളൂ ഞാൻ. ഈശ്വര, ഇവരോടൊക്കെ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിയാവില്ല. ഒരു കാര്യം ചെയ്യാൻ, സന്ധി ചെയ്യാൻ എന്തെങ്കിലും ആലോചിക്കാം. ഈ ദൂതനെ പറഞ്ഞയച്ച് രാവണനായിട്ട് ഒന്ന് സന്ധി ചെയ്യാം നിശ്ചയിച്ച സുഗ്രീവ. ഞാൻ പേടിച്ച ഒരു ദൂതനെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞതാണോ എന്നാണോ സുഗ്രീവൻ വിചാരിക്കണത്? അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ രാക്ഷസരെ കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. ഈ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണ പോലെ എളുപ്പമല്ല. യുദ്ധം ചെയ്യണതിന് വയസ്സില്ല. നമുക്ക് അതിനുള്ള ബലമൊക്കെ ഉണ്ട്. തോന്നുന്നുണ്ടാവും നമ്മൾ ആളുകൾ കുറവാന്ന് തോന്നുന്നുണ്ടല്ലേ? കുറവൊന്നുമല്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് തന്നെ ധാരാളം. നമുക്ക് അതിനുള്ള ശക്തിയൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് രാവണനെ സുഖമായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാനും പറ്റും. പക്ഷെ യുദ്ധം എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ ദോഷം സാധാരണ ജനങ്ങൾക്കാണ്. അനുഭവമുള്ള കാലല്ലേ. യുദ്ധം കുറെ കാലമായിട്ട് യുദ്ധമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ നമ്മുടെ ദിക്കിലല്ല, വേറൊരു ദിക്കിൽ യുദ്ധം വന്നപ്പോ തന്നെ എത്രമാത്രമാണ് ക്ലേശം എന്ന് കണക്കിലാവുമോ? സാധാരണ ജനങ്ങൾക്കാണ് നഷ്ടം മുഴുവൻ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് യുദ്ധം എന്ന് പറയുമ്പോ ചാടി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഈ കേമത്തത്തിന് ചാടി പുറപ്പെട്ടും ആ കേമത്തത്തിന് തിരിച്ചു വരിക എന്നുള്ളത് സാധിക്കില്ല. അതാണ് ഞാൻ യുദ്ധം ചെയ്യണ്ട ഒരു ദൂതനെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞത്. ലോകവർത്തമാനങ്ങളെ എന്തൊക്കെയുണ്ട്? ഒരു വർത്തമാനം ഇല്ലാത്ത ആളാണ് ഇയാള്. ഈ ചോദിക്കത്തെ അബദ്ധമായി തോന്നുന്നുണ്ട്.
എടോ വേറൊന്നുമല്ല, ഞാനിപ്പോ എന്താ പറയേണ്ടത്, വലിയ വലിയ ആളുകൾക്ക് എന്ത് ധൂർത്തും കാണിക്കാമെന്നായിട്ടുണ്ട്. എന്താ താൻ എങ്ങനെ പറഞ്ഞെന്താ അല്ലേ? ആ രാമൻ ചെയ്തൊരു കാര്യം ഞാൻ ആലോചിക്കുക. രാമൻ എന്താ ചെയ്തത്? ഈ രാമൻ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യാൻ തോന്നിയില്ലോ എന്ന് ആലോചിക്കുക ഞാൻ. എന്താന്ന് വ്യക്തമായിട്ട് പറയണോ? സാധു രാവണൻ. ആ രാവണന്റെ കഥ ഇവിടെ വിളിച്ചു. എടോ അത് വെറുതെ ഒന്നുമല്ല, ഈ രാമന്റെ ഭാര്യയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി. അതുകൊണ്ടാണ് കഥ എനിക്കുണ്ടായത്. രാമന്റെ ഭാര്യയെ രാവണൻ അപഹരിക്കുന്നു. താൻ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ നാവ് പുഴുക്കും ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ തോന്നിയ ദിവസമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. രാവണൻ സീത അപഹരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയല്ല കഥ ഉണ്ടായത്. പിന്നെ എങ്ങനെയാ?